കഥയെടുത്തപ്പോയിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതിക്ക് വേണ്ടി ആ വലിയൊരു കളി ചെയ്യുന്നു ചന്ദ്രമതി. എന്തായാലും ചന്ദ്ര അതിൽ നിന്ന് പിന്മാറുന്നില്ല. മുദ്ര പേപ്പറും ആധാരമൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് ഫൈനാൻസിൽ. അത് കൊടുത്തിട്ട് പൈസ വാങ്ങുന്നുണ്ട്. നല്ല സന്തോഷത്തോടൊക്കെ തന്നെയാണ് വാങ്ങുന്നത്. ബ്യൂട്ടി പാർലറാകുമ്പോൾ നല്ല രീതിയിലൊക്കെ നടന്നു പോകും എന്നൊക്കെ അയാൾ പറഞ്ഞതോടുകൂടി ചന്ദ്രയ്ക്ക് വലിയ സന്തോഷമാവുന്നുണ്ട്. എന്തായാലും ഭാമയ്ക്ക് ചെറിയൊരു ടെൻഷനും പേടിയൊക്കെ ഉണ്ട്. മറ്റാ പെണ്ണിന്റെ കരച്ചിലും കണ്ണീരും ഒക്കെ കണ്ടപ്പോൾ ആകെ ടെൻഷൻ ആവുന്നുണ്ട്. ഇത് വല്ലാത്തൊരു പ്രശ്നത്തിലേക്ക് ചെന്ന് അവസാനിക്കുമോ എന്നുള്ളൊരു പേടിയും ഉണ്ട്. എന്തായാലും ചന്ദ്ര അതൊന്നും കാര്യമാക്കുന്നില്ല. നല്ല സന്തോഷത്തോടെ 10 ലക്ഷം എണ്ണി വാങ്ങുന്നുണ്ട്. അതിനുശേഷം രണ്ടുപേരും കൂടെ സന്തോഷത്തോടെ തന്നെ ഫൈനാൻസിന്റെ ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ആ സമയത്ത് തന്നെ ശ്രുതി അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ശ്രുതിനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായി ഇന്ന ഫൈനാൻസിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കണമെന്ന്. അങ്ങനെ ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്തായി ആന്റി എന്ന് ചോദിച്ചപ്പോൾ പൈസ എടുത്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് ചന്ദ്ര. ശ്രുതിക്ക് ആ പൈസ കൊടുക്കുമ്പോൾ ശ്രുതി ഒരുപാട് സന്തോഷത്തോടെ ചന്ദ്രനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഇനി കല്യാണം നടത്താൻ കുഴപ്പമൊന്നുമില്ലല്ലോ മോളെ എന്ന് ചോദിച്ചപ്പോൾ കല്യാണം നടത്താൻ കുഴപ്പമൊന്നുമില്ല, നിന്റെ അച്ഛനെ അറിയിക്കണ്ടേന്ന് ചോദിച്ചപ്പോൾ അച്ഛനെ അറിയിക്കണ്ട, അച്ഛനായിട്ടുള്ള ഒന്നും എനിക്ക് താല്പര്യമില്ല എന്ന് പറയാം, അച്ഛനായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ അതെന്തായാലും പിന്നത്തെ കാര്യമല്ലേ എന്ന് ചന്ദ്രൻ സമാധാനിക്കുന്നുണ്ട്. അങ്ങനെ ചന്ദ്ര ആ കാശ് കൊടുത്ത് ശ്രുതി ആ കാശുമായി പോകുന്നുണ്ട്. അതിനു മുന്നേ ശ്രുതി പറയുന്നുണ്ട്, എന്റെ ബ്യൂട്ടി പാർലർ ഉദ്ഘാടനം ആന്റി തന്നെ നിർവഹിക്കും, അതെനിക്ക് നിർബന്ധം ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ചന്ദ്രയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ചന്ദ്ര പോകും. പിന്നീട് ഭാമയ്ക്ക് ചെറിയ ടെൻഷൻ ഉണ്ട്. പക്ഷെ ശ്രുതി പോകുന്നുണ്ട്. ശ്രുതി പോയതിനു ശേഷം ചന്ദ്രയ്ക്ക് ടെൻഷൻ ആവുന്നുണ്ട്. ശ്രുതി പോയപ്പോൾ ചന്ദ്ര ഭാമയോട് പറയുന്നുണ്ട്, എനിക്ക് ഒരു സമാധാനം ഇല്ല, വീടിന്റെ ആധാരം എടുത്തിട്ട് കൊടുത്തേക്കണത്, അല്ലാണ്ട് തന്നെ എന്റെ മോനെ ഒരു പെണ്ണ് 50 ലക്ഷം രൂപയാണ് പറ്റിച്ചത്, ഇപ്പൊ ഇവള് 10 ലക്ഷം കൊണ്ട് പോകുവോ, ശ്രുതി പോകുവോ ഭാമ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതിനെ നീ അങ്ങനെയൊന്നും കണക്കാക്കണ്ട, ശ്രുതി ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരു പെണ്ണല്ല, ശ്രുതിനെ എനിക്ക് വർഷങ്ങളായി അറിയാമെന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രയ്ക്ക് ഒരു സമാധാനം ആവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ബസ്സില് രണ്ടുപേരും നല്ല സംസാരമൊക്കെ, ഇനി വഴക്കൊന്നും ഇല്ലാണ്ട് ഒരേ ഭാഗങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ രേവതിക്കാണെങ്കിൽ ഒരേ ഭാഗങ്ങളൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു, സ്ഥലങ്ങളും അങ്ങനെ. പക്ഷി മൃഗങ്ങൾ ചോദിക്കുന്നുണ്ട്, ആദ്യമായിട്ടാണോ പോകുന്നത് വെച്ചപ്പോൾ അതെ, ഞാൻ പുറത്തേക്കൊന്നും പോയിട്ടില്ല, സ്കൂൾ വെച്ച് ടൂർ പോകാനായിട്ടൊരു അവസരം വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ പൈസ ഇല്ലാത്തത് കൊണ്ട് ഞാൻ വീട്ടിൽ പറഞ്ഞു പോലും ചെയ്തില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ നല്ലോണം ആസ്വദിച്ചിരുന്ന് കണ്ടോ എന്ന് പറയും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ സച്ചിയുടെ തോളിലേക്ക് ഇങ്ങനെ ചാഞ്ഞ് ഉറങ്ങി വീഴുന്നുണ്ട് രേവതി. സച്ചിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല, പിടിച്ചെഴുന്നേൽപ്പിക്കണോ പിന്നെ ഉറങ്ങണോരെ എഴുന്നേൽപ്പിക്കുന്നത് പാപമാണെന്നും പറയുന്നുണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് സച്ചി ആകെ ടെൻഷൻ അടിക്കുന്നുണ്ട്. മാത്രമല്ല സച്ചിക്ക് പൂവ് വെച്ചിട്ടുണ്ട്. രേവതി പൂവിന്റെ മണം അങ്ങനെ കേൾക്കുമ്പോൾ ഛർദ്ദിക്കാൻ വരുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് ചന്ദ്രനെയാണ്. ചന്ദ്ര മനസ്സോടെ ചത്ത മനസ്സ് പോലെ വീട്ടിലേക്ക് കയറി വരുന്നുണ്ട്. ആ സമയത്ത് രവിയേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്താ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് കടയിൽ തന്നെ വെച്ച് മറന്നോന്ന് ചോദിക്കുമ്പോൾ, എന്ത് സാധനങ്ങൾ, നീ ശ്രീക്ക് വേണ്ടി സാധനങ്ങൾ കറികളൊക്കെ വെക്കാൻ വേണ്ടി വായിക്ക് രുചിയായി ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ മേടിക്കാൻ പോയതല്ലേ, കൊണ്ടുപോയ കവർ പോലും കാണില്ലല്ലോ എന്ന് പറയുമ്പോൾ, ഇല്ല ഞാൻ അവിടെ ലിസ്റ്റ് എഴുതി കൊടുത്ത് പോന്നിട്ടുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് പോയി മേടിക്കാന്ന് പറയുന്നു. അതിനുശേഷം ശ്രീ എന്തേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ശ്രീ റൂമിലുണ്ട്, റെസ്റ്റ് എടുക്കുന്നുണ്ട്. സുതിയോന്ന് ചോദിക്കുന്നുണ്ട്. സുതി മുകളിലുണ്ടെന്ന് പറയുന്നുണ്ട്. സുതി എവിടെ പോവാൻ, സുതി ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയുന്നു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിനെയും സച്ചിനെയും തന്നെയാണ്. സച്ചിക്ക് ഇങ്ങനെ ഛർദ്ദിക്കാൻ വന്നിട്ട് മിണ്ടാൻ പറ്റാണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഒരു മുത്തശ്ശി കയറി വരുന്നുണ്ട്. വയ്യാണ്ടാണ്, ആരും സ്ഥലം കൊടുക്കുന്നില്ല. സച്ചി വേഗം ചാടി എഴുന്നേൽക്കുന്നുണ്ട്. രേവതി അപ്പൊ ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട് തോളിൽ നിന്ന്. മുത്തശ്ശി ഇവിടെ ഇരുന്നോ എന്നൊക്കെ പറയുന്നുണ്ട്. നന്നായി മോനെ, ഇപ്പോഴത്തെ കാലത്ത് ആരും അങ്ങനെയൊന്നും ചെയ്യില്ല, നീ എനിക്ക് ഒരു സീറ്റ് തന്നല്ലോ, നീ നന്നായി വരുന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനൊക്കെ എന്താ കുഴപ്പമെന്നൊക്കെ പറയുന്നുണ്ട്. രേവതിക്ക് അപ്പൊ കാര്യം മനസ്സിലാകുന്നുണ്ട്. സച്ചിനെ തോളിൽ താൻ ചാഞ്ഞുറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ ഏൽപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്താണെന്ന് വിചാരിച്ചിട്ട് രേവതി ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കും. സച്ചി ഇങ്ങനെ അത് മൈൻഡ് ചെയ്യാണ്ട് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് രണ്ടുപേരും കൂടെ ഒന്നിച്ചിരിക്കുന്നതിന് ആ മുത്തശ്ശി ഇറങ്ങി പോകുന്നുണ്ട്. പിന്നീട് സച്ചിക്ക് പരിചയമുള്ളൊരു മുത്തശ്ശി അതിൽ കയറുന്നുണ്ട്. മാങ്ങയൊക്കെ ആയിട്ടാണ് കയറുന്നത് വിൽക്കാനായിട്ട്. മാങ്ങനെ കഷ്ണമൊക്കെ ആക്കിയിട്ട് അതിൽ മുളക് പൊടിയൊക്കെ പൊടിച്ചിട്ടതിന് ശേഷം രേവതിക്കൊക്കെ കൊടുക്കുന്നുണ്ട്. രേവതി അത് കഴിക്കുന്നുണ്ട്. അതിനുശേഷം ആ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ഇതാരാ നിന്റെ കൂടെയുള്ള പെണ്ണെന്ന് ചോദിക്കുമ്പോൾ രേവതി ഇങ്ങനെ എന്ത് പറയും സച്ചി എന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ രേവതി ഇങ്ങനെ സച്ചിയുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു. സച്ചിക്കാണെങ്കിൽ ഭാര്യ എന്ന് പറയാനൊരു ചമ്മല്. എന്ത് ചെയ്താലും സച്ചി അത് പറയുന്നില്ല. രേവതിക്ക് എനിക്ക് അത് കേൾക്കേ വേണം എന്നുള്ള നിലയ്ക്ക് സച്ചിയുടെ മുഖത്തുനിന്ന് കണ്ണെടുക്കാണ്ട് നിൽക്കുന്നു.
പറയടാ ഇതാരാണ് നിന്റെ കല്യാണം കഴിഞ്ഞെന്നൊക്കെ പറയുന്ന കേട്ടല്ലോ, ഇത് നിന്റെ ഭാര്യയാണോന്ന് ചോദിച്ചപ്പോൾ സച്ചി ഒന്നും മിണ്ടുന്നില്ല. അത് പറയാൻ നിനക്ക് എന്താണ് ഇത്ര താമസം, അതങ്ങോട്ട് പറഞ്ഞാ പോരെ, ഇവൾ നല്ല കുട്ടിയാണല്ലോ. മോളെ ഇവൻ പാവണ്ടാ, നല്ല മനസ്സിന്റെ ഉടമയാണ്, നിന്നെ നല്ലോണം നോക്കിക്കോളും. അതുപോലെ തന്നെ സച്ചിയോടും പറയുന്നുണ്ട്, രേവതി നല്ല പെൺകുട്ടീനെ കണ്ടിട്ട് നിങ്ങൾ രണ്ടുപേരും നല്ല ജോഡികൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ശരി എന്ന് പറഞ്ഞു. ആ സമയത്ത് രേവതിക്ക് ദേഷ്യം വരുന്നുണ്ട്, സ്വന്തം ഭാര്യ എന്ന് പരിചയപ്പെടുത്തിയില്ലല്ലോ, അതുകൊണ്ട് തന്നെ വലിച്ചെറിയുന്നതാണ് ആ മാങ്ങ. രേവതി അത് വലിച്ചെറിഞ്ഞ് കണ്ടപ്പോ നമ്മുടെ സച്ചി കയ്യിലുണ്ടായിരുന്ന മാങ്ങ ആസ്വദിച്ച് ഇങ്ങനെ കഴിക്കുന്നുണ്ട്. അപ്പൊ രേവതിക്ക് കുശുമ്പാവുന്നുണ്ട്. പിന്നെ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഇനി കാണിക്കുന്നത്. പിന്നീട് ചന്ദ്രനെയാണ് കാണിക്കുന്നത്. ചന്ദ്ര നമ്മുടെ സുധിനെ റൂം അന്വേഷിച്ച് പോന്നിട്ട് സുധി മറ്റാർക്കോ ഫോൺ ചെയ്ത് കഴിഞ്ഞിട്ട് മുകളിൽ നിൽക്കുന്നുണ്ടാവും. മോനെ നീ എന്തെടുക്കാടാ എന്ന് വെച്ചപ്പോൾ ഞാനിവിടെ ഫോൺ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു, ഒരു പ്രശ്നമുണ്ട് മോനെ, അച്ഛനോടോ നിന്നോടോ പറയാത്തൊരു കാര്യം അമ്മ ചെയ്തെന്ന് പറഞ്ഞപ്പോൾ അടുക്കളയിൽ സാമ്പാറൊക്കെ വെച്ചതല്ലേ, എന്തെങ്കിലും വെജിറ്റബിൾ വെച്ച നേരം എന്തെങ്കിലും ചിക്കനോ ഒക്കെ വെക്കായിരുന്നില്ല അമ്മയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് സുധി. അതൊന്നല്ല മോനെ, വേറൊരു പ്രശ്നമാണെന്ന് പറയുമ്പോൾ വേറെന്ത് പ്രശ്നം അമ്മയെന്ന് ചോദിക്കുന്നുണ്ട്. മോനെ ഞാൻ ആരോടും പറയാണ്ട് ഒരു അബദ്ധം ചെയ്ത് നമ്മളെ വീടിന്റെ ആധാരം പണയം വെച്ച് ശ്രുതിക്ക് ബ്യൂട്ടി പാർലർ തുടങ്ങാൻ 10 ലക്ഷം രൂപ കൊടുത്തു മോനെ എന്ന് പറഞ്ഞപ്പോ നമ്മുടെ ശ്രുതി ആകെ ഞെട്ടുന്നുണ്ട്. ശ്രുതി ചോദിക്കുന്നുണ്ട്, അമ്മ എന്ത് പണിയാണ് ഈ ചെയ്തേ എന്ന് ചോദിക്കുന്നുണ്ട്. മോനെ എന്ന് പറയുന്നത് ഞാൻ ചെയ്തത് തെറ്റാണോ എന്ന് ആലോചിച്ചിട്ട് ചന്ദ്ര ഇങ്ങനെ ആകെ പേടിച്ച് ശ്രുതിയുടെ മുഖത്ത് നോക്കി നിൽക്കുന്നുണ്ട്. ശ്രുതിയും അതുപോലെ തന്നെ ഞെട്ടി വിറച്ച് നിൽക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.